ഹായ് കൂട്ടുകാരെ, ഇത് നമ്മുടെ മണിമുല്ലയുടെ പുതിയ മുട്ട് വിരിഞ്ഞു തുടങ്ങിയതാണ് കേട്ടോ. ഞാൻ കുറേ ദിവസം മുന്നിട്ട വീഡിയോ തൈ വേണമെന്ന് ചോദിച്ചപ്പോൾ കുറേ ആളുകൾ എൻ്റെ അടുത്ത് തൈ ചോദിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. നമ്മളുടെ ഈ പൂക്കളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന ചില്ലകളെല്ലാം നമ്മൾ വെട്ടി തൈ പിടിപ്പിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ തൈക്കളുണ്ടാവും. വേണ്ട, ഇതിൽ തന്നെ നമുക്കൊരു 4-5 തൈക്കളെ പിടിപ്പിക്കാൻ പറ്റും. അപ്പം ഞാനിതെന്നുവെച്ചെങ്കിൽ പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് നിർത്താറുണ്ട്. ഇത് കണ്ട, ഈ കൊലയൊക്കെ വീണ്ടും നന്നായിട്ട് മുട്ടിട്ട് ആ മുട്ടൊക്കെ വിരിയാനായിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതിൽ പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ അതിൽ തന്നെ വീണ്ടും വീണ്ടും മുട്ടുകൾ ഉണ്ടാവുകയാണ് കേട്ടോ. ഞാൻ കരുതിയിരുന്നത് എന്ന് വെച്ചെങ്കിൽ ഒരു തവണയെ പൂ വിരിയുള്ളൂന്നാണ്. പലരും കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് അങ്ങനെ കൊതി ആവണ്ട. എൻ്റെ വീഡിയോയ്ക്ക് പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊരാഴ്ച ഉണ്ടാവുള്ളൂ 2 ആഴ്ച ഉണ്ടാവുള്ളൂ എന്നൊക്കെ. അങ്ങനെയല്ല കേട്ടോ. ഇത് വിരിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. അതിന് ശേഷം വീണ്ടും പൂ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ഒരു മണി പ്ലാന്റിൻ്റെ ചെടിയാണ് മുകളിലേക്കുള്ളത് ഞാത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതുമ്മലേക്ക് ഒരു വള്ളി, മണിമുല്ലയുടെ വള്ളി ഇതേ പോയിട്ട് കണ്ട കൂട്ടിട്ടേക്കാണ്. അതുപോലെ എൻ്റെ ചുമരുമ്മതേ പടർന്നു പോയേക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പൂക്കൊല ഇട്ടിട്ടുണ്ടായിരുന്നു, പൂ വിരിഞ്ഞിട്ടുള്ള കൊലയായിട്ട് നിൽക്കുന്നത്. പക്ഷേ വീണ്ടും അതിൽ മുട്ടിട്ടേക്കാണ് കേട്ടോ. സന്തോഷമുണ്ട് കാണുമ്പോൾ. വീഡിയോ എടുത്തിട്ട് നമുക്ക് മതിയാവില്ല ശരിക്കും. കുഞ്ഞു കുഞ്ഞേ പൂക്കളായിട്ട് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നാളേക്ക് ചിലപ്പോൾ ഇത് നിറച്ച് പോവായിരിക്കും. ഒരേ കൊലയിൽ വീണ്ടും വീണ്ടും വിരിഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ.